ദിലീപ് ശങ്കറിന്റെ മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ മുറിയിൽ നിന്ന് കണ്ടെടുത്തത് കരൾ രോഗത്തിന്റെ മരുന്നുകളും 2 ഒഴിഞ്ഞ മദ്യക്കുപ്പികളും. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോലീസ് നിഗമനം. മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം തെളിയും. സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിന്റെ മരണത്തിൽ അസ്വാഭാവികതകൾ ഇല്ലെന്നാണ് പോലീസ്. പ്രാഥമിക അന്വേഷണത്തിൽ മരണത്തിൽ അസ്വാഭാവികതകൾ ഒന്നുമില്ലെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം നടപടികളും കൂടുതൽ പരിശോധനകളും അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കും. ദിലീപ് ശങ്കറിന്റെ കരൾ രോഗമുണ്ടായിരുന്നുവെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. രോഗവുമായി ബന്ധപ്പെട്ട ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാനും. തിരുവനന്തപുരത്തെ പാളയം വാൻഡോസ് ജംഗ്ഷനിലെ ഹോട്ടൽ അരോമയിൽ ഇന്നാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. 19-ാം തീയതിയാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത്. ഷൂട്ടിംഗ് ആവശ്യത്തിനാണ് അദ്ദേഹം റൂമെടുത്തത്. 2 ദിവസമായി ദിലീപിനെ ഫോണിൽ വിളിച്ചിട്ട് ലഭിച്ചിരുന്നില്ല. അടുത്ത ദിവസം ഷൂട്ടിനായി കൂട്ടിക്കൊണ്ടുപോകാൻ പ്രൊഡക്ഷൻ കൺട്രോളർ എത്തിയപ്പോൾ മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ ആയിരുന്നു. മുറിയിൽ നിന്ന് ദുർഗന്ധവും അനുഭവപ്പെട്ടു. തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ നിന്ന് കരൾ രോഗത്തിന്റെ മരുന്നുകൾ പോലീസ് കണ്ടെത്തി. കൂടാതെ 2 ഒഴിഞ്ഞ മദ്യക്കുപ്പികളും മുറിയിലുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നമുള്ളതിനാലാണ് 27 നടന്ന നേരത്തെ ഷെഡ്യൂൾ പൂർത്തിയാക്കി റൂമിൽ എത്തിച്ചതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. മൃതദേഹം റൂമിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്. എന്താണ് മരണകാരണമെന്നത് പോസ്റ്റ്മോർട്ടത്തിലെ വ്യക്തമാവുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അമ്മ അറിയാതെ, സുന്ദരി, പഞ്ചാംഗിനി അടക്കം ഹിറ്റ് സീരിയലിൽ അഭിനയിച്ച താരമാണ് ദിലീപ് ശങ്കർ. അഭിനയത്തോടുള്ള മോഹം കൊണ്ട് MBBS പഠനം പോലും പാതിവഴിയിൽ ഉപേക്ഷിച്ചു. ഈ വഴിക്ക് ആണ് പിന്നെ നടൻ തിരിഞ്ഞത്. MBBS പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന ദിലീപ് അഭിനയത്തോടുള്ള അടങ്ങാത്ത കമ്പം മൂലമാണ് പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചതെന്നും അഭിനയത്തിലേക്ക് തിരിയുന്നതും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.